കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നമ്മളെ പ്രയർ ക്യാമ്പ് 3, 4, 6 ദിവസം നടക്കുന്നല്ലോ. ആരെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരിക്കലും ഓർപ്പിക്കുന്നു. ഫെബ്രുവരി 3, 4 തിരുവല്ല കുന്നതാറിലേക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജേഷ് ചെറിയാൻ അവர்களാണ് തെക്കേമല കോഴഞ്ചേരി പാർത്തോട് കർത്താവിന്റെ വലിയ സാക്ഷ്യം വയ്ക്കുന്നതിന് കത്തുവാസനെ സ്വാതന്ത്ര്യം രാവിലെ തുടർന്ന് വരെ സൂക്ഷിക്കായ കത്തുവാസനെ സ്വാഗതം ചെയ്യുന്നു പാസ്റ്റർ രാജേഷ് ചെറിയാൻ. പ്രൈസ് ദി ലോർഡ്. ഈ 2025 വർഷം ജനുവരി മാസം 29 ബുധനാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന മാത്രമല്ല ഡിവൈൻ പ്രയർ മിനിസ്ട്രികളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കർത്താദാസൻ വർഗീസ് ബൈപ്പാസ്ക്കായി സ്തോത്രം ചെയ്യുന്ന റെഡി അൻഡിക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അവരെ സ്കാനഡിലായിരിക്കുന്ന മകളും കുടുംബവും കർത്താവിൻ്റെ വേലയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് അവരെയും സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ദേവദാസ് സീനിയർ പാസ്റ്റർമാർക്കായി സ്തോത്രം ചെയ്യുന്ന സ്കറിയ പാസ്റ്ററിനായി കുടുംബത്തിനായി സ്തോത്രം, ജോയ് ചായനായി കുടുംബത്തിനായി, കെ വി രാജൻ സാറിനായി സ്തോത്രം ചെയ്യുന്ന ജെയിംസ് വർഗീസ് പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം, പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച ജസ്റ്റിൻ രാജൻ പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് പകൽ വീണ്ടും വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ പോരാടുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പ്രാരംഭ തങ്ങളുടെ ദാസൻ സ്തോത്രം വചനം വായിച്ച് പ്രബോധിപ്പിച്ച പോലെ നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് നമുക്ക് ശുഭത നൽകുന്ന ദൈവത്തിന് പ്രവൃത്തി ഇന്ന് പകലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ സഭയിൽ അനുഭവിപ്പാൻ ദൈവാത്മാ നമ്മളെ കൂടുതലായി വരുന്ന നാളുകൾ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മളെ ആയിക്കുന്ന സ്ഥാനത്ത് ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ. യഹോവ ഈരയായി, യഹോവ ശാലോമായി, യഹോവ നിസ്സിയായി ഒക്കെ നമുക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തി, മരുഭൂമിയിൽ മേശ ഒരുക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആത്മാവിൽ പോരാടുവാൻ വിവിധ വിഷയങ്ങൾ ഓർത്ത് ദൈവസ്ഥലിക്ക് അറിയാനൊക്കെ നമുക്കൊരു ആത്മഭാരം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹല്ലേലൂയ മിനിസ്ട്രികളുടെ ഒരു ഭാഗമായി തീരുവാൻ കർത്താവ് എന്നെയും സഹായിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പലപ്പോഴും പ്രഭാതത്തിൽ ചേരാൻ സാധിക്കാത്തത് സ്തോത്രം എൻ്റെ ഭാര്യയ്ക്കും 4 വർഷമായി ഒരു സൂമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരിമാർക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഭവനം ഒറ്റൊരു ബെഡ്റൂമുള്ളൂ. അപ്പോൾ 2 ഫോണും കൂടി സൂമിൽ ഓൺ ചെയ്യുമ്പോൾ അതിന് എക്കോ പലപ്പോഴും പ്രയാസം വരാറുണ്ട്. അതുകൊണ്ട് മാറി മാറിയാണ് ഞങ്ങൾ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. സ്തോത്രമെങ്കിലും ഇന്ന് പ്രഭാതം ദൈവസന്നിധിയായിരിക്കാൻ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 31-ാം വാക്യം നമ്മൾ വായിക്കുന്ന സദൃശവാക്യങ്ങൾ 21-31 കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്ന് ദൈവാത്മാവ് നൽകിയ ഒരു പ്രബോധനം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കുതിര പോലെയാണ് ദൈവമക്കളെയും ദൈവസഭയും ദൈവം കണ്ടിരിക്കുന്നത് ഒരു തുലനമായിട്ട്. അതേ വചനം ഇവിടെ പറയുന്നത് സ്തോത്രം കുതിരയെ യുദ്ധ ദിവസത്തിലേക്കാണ് ചമയിക്കുന്നത്. ചമയം നമുക്ക് പറയാവുന്ന വാക്യം ആ വാക്ക് പൊതുവെ കൂടുതലായി ഹൈന്ദവ അവരുടെ കഥകളി അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലായി ആ വാക്ക് ഉപയോഗിക്കുന്നത്. ചമയിക്കുക എന്ന് പറയുന്നത് അതിനെ രൂപപ്പെടുത്തി സുന്ദരമാക്കി ആകർഷണ വാക്കാണ് ചമയം. പക്ഷേ ഇവിടെ പറയുന്ന ഒരു യുദ്ധ ദിവസത്തിലേക്കാണ് കുതിരയെ ചമയിക്കുന്നത്. സ്തോത്രം. ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്കൊരു ഒരു ചിന്തയായിരുന്നു, അങ്ങനെ ആ ചമയം യുദ്ധത്തിന് വേണ്ടി എങ്ങനെ ചമയിക്കേണ്ട ആവശ്യം എന്താ എന്നൊരു ചിന്ത വന്ന് വചനം കൂടുതൽ വായിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് അത് കുതിരയെ അതിനുവേണ്ടിയാണ് ചമയിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകമായി പട്ടാളത്തിലും പോലീസിലൊക്കെ നമ്മുടെ ഈ കാലങ്ങളും ഇന്ന് കുറവാണെങ്കിലും ഈ കാലം കാണാൻ സാധിക്കും. അതിന് ചമയിക്കാറുണ്ട്. നല്ല അതിന് വേഷമിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് ആണ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. പഴയ കാലങ്ങളിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു മൃഗമാണല്ലോ കുതിര. സ്തോത്രം. അതിനെ എന്നാൽ യുദ്ധത്തിന് വേണ്ടി ചമയിക്കുമ്പോൾ സ്തോത്രം അതിനുവേണ്ടി അതിനെ അഭ്യസിപ്പിക്കേണ്ട വളരെ ആവശ്യമാകുന്നു. അതിനെ അഭ്യസിപ്പിച്ച് അതിനുവേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്ത് അവനെ ബലപ്പെടുത്തിയാണ് അവർ അതിനെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. എന്നാൽ സ്തോത്രം ഇത് ചമയിക്കാൻ കാരണം അവൻ്റെ മേലിരിക്കുന്ന ആള് അവനെ സഞ്ചാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ചിന്തയും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചമയിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പൂർണ്ണമായി അതിന് ചിന്തയില്ല, ഞാൻ യുദ്ധത്തിന് വേണ്ടിയാണ് പോകുന്നത്. യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ നമുക്കറിയാലോ പല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. യുദ്ധത്തിന് പോകുന്ന ആൾക്കാർ ഒന്നുകിൽ മരിക്കും,
ഒരു വിഷയം ഒന്നെങ്കിൽ അവർ മരിക്കും. രണ്ടാമത്തെ വിഷയം ഒരു ഭാഗം ആൾക്കാർ മരിക്കുമ്പോൾ രണ്ടാമത്തെ വിഷയം മറ്റു ചിലർ അവർ വികലാംഗരായി മടങ്ങി വരുന്നു. സ്തോത്രം. അപ്പോൾ നാം ഒരു ആത്മീയ യുദ്ധത്തിലാണ് കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ ആത്മീയ യുദ്ധത്തിൽ സ്തോത്രം ചിലർക്ക് മരണമുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ ഈ നാളുകൾ അത് പീഡകൾ, യേശുക്രിസ്തു നാൾ മുതൽ ആരംഭിച്ച കാര്യമാണ് പീഡകൾ. പീഡനിമിത്തം, ക്രിസ്തീയ ജീവിത നിമിത്തം, സുവിശേഷ നിമിത്തം, വചനം നിമിത്തമൊക്കെ അത് പീഡിപ്പിക്കുന്ന ജനങ്ങൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. സ്തോത്രം. അപ്പോൾ പീഡനിമിത്തം മരിച്ചു പോകുന്ന ഒരു കൂട്ടമുണ്ട്, മറുവശത്ത് വികലാംഗരായി പോകുന്ന അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെന്നായാലും സ്തോത്രം, ആ കുതിരയെ ചമയിക്കുന്ന അവൻ്റെ ഒരു ചിന്ത, അതേ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ യുദ്ധത്തിന് വേണ്ടി പോയാലും അത് എൻ്റെ രാജാവിൻ്റെ കൂടെ ഉണ്ടല്ലോ, എൻ്റെ രാജാവിന് വേണ്ടിയാകുന്നു. അത് ഒരു മറയം കൂടി ആയിട്ടാണ് അവർ ചമയിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ചമയം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നമ്മളെ ദൈവസഭയുടെ അംഗമാക്കി തീർത്തിരിക്കുന്നു. മാത്രമല്ല കർത്താവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ അബ്ബാ പിതാവിനെ വിളിപ്പാനുള്ള പുത്രന്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. സ്തോത്രം. കൃപാവരങ്ങളും അതേ വരങ്ങളും കർത്താവ് ഫലങ്ങളും നമുക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളെ നമ്മൾ നടത്തുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ സകലവിധമായ ചമയങ്ങളാലാണ് കർത്താവ് നമ്മളെ യുദ്ധത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. എന്നാൽ യുദ്ധത്തിൽ നല്ലൊരു വിചാരം നമുക്ക് വേണം. നമുക്ക് മരണമുണ്ട്, അല്ല ചിലർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കും. എന്നാൽ വചനം പറയും പോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറയുവാനുള്ള ധൈര്യം ദൈവമക്കൾക്ക് മാത്രമുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുതിരയുടെ ചിലത് വിശേഷതകൾ അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കുതിര ധൈര്യശാലിയായ ഒരു മൃഗമാണ്. അതിന് ധൈര്യം വളരെ ഉള്ള മൃഗം ആയതുകൊണ്ട് ആണ് അതിനെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം ധൈര്യം ഒട്ടും തന്നെ പുറകോട്ട് പോകുന്ന ഒരു വിഷയം കുതിരയ്ക്കില്ല. സ്തോത്രം. എന്ന് പറയുന്ന പോലെ ഒരു വിശ്വാസി കാൽച്ചോട് വെച്ചാൽ അതേ പറയുന്ന വാക്യമാണ്, പറയുന്ന വചനമാണല്ലോ. സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ, അത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ ദൈവമക്കൾ മാത്രം സാധിക്കുള്ളൂ. കർത്താവിനോട് ചേർന്ന് നടക്കുന്നവർക്ക്, ആത്മാവിനെ ആരാധിക്കുന്നവർക്ക്, അതായത് സഭായങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാത്തവർക്ക്, സ്തോത്രം, എന്നും അന്നുള്ള ആഹാരം എന്ന് പറയുന്ന പോലെ വചനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു നീതിമാനം മാത്രമേ പുറകോട്ട് പോകാൻ അതേ ദൈവം അനുവദിക്കില്ല. സ്തോത്രം. അപ്പോൾ ധൈര്യശാലിയായ ഒരു ജീവിയാണ്, മൃഗമാണ് കുതിര. രണ്ടാമത് പറയുന്നത് സ്വാതന്ത്ര്യം, അവന് സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ താല്പര്യമുള്ള ഒരു മൃഗമാണ്. അതുകൊണ്ടാണ് അതിനെ സ്തോത്രം കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കേണ്ടി വരേണ്ടത്. അതിനെ ട്രെയിൻ ചെയ്യാൻ അഭ്യാസം നൽകണം. അപ്പോൾ സ്വാതന്ത്ര്യത്തോടെ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം ക്രിസ്തുവിലാകുന്നു. ഒരു ആത്മീയ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൽ നമുക്കുണ്ട്. സ്തോത്രം. എന്തും ചെയ്യുവാൻ നമുക്ക് അധികാരമില്ല, നമുക്ക് സാവകാശമില്ല. അത് ക്രിസ്തുവിൽ സ്തോത്രം അതിനകത്ത് സ്വാതന്ത്ര്യം, ഒരു അച്ചടക്കമുണ്ട്. അതോർത്തം ദൈവത്തെ സ്തുതിക്കുന്നു. അത് പഴയ കാലങ്ങളിൽ സ്തോത്രം അല്ലെങ്കിൽ അത് മുമ്പ് രക്ഷിക്കപ്പെടുന്ന മുമ്പേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, ചിന്തിക്കാമായിരുന്നു, പ്രവർത്തിക്കാമായിരുന്നു. എന്നാൽ ക്രിസ്തുവിലാകുമ്പോൾ അത് ദൈവത്തിൻ്റെ മക്കളായി, മാത്രമല്ല ദൈവത്തിൻ്റെ വേലക്കാരാവുകയും മാത്രമല്ല ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായും സ്തോത്രം കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം രാജകീയ പുരോഹിത വർഗമാകുമ്പോൾ നമുക്ക് ചില ചട്ടങ്ങളുണ്ട്, പ്രമാണമുണ്ട്. അതനുസരിച്ച് അത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിലും ആത്മാവിലെ സ്വാതന്ത്ര്യം അത് അനുഭവിക്കുമ്പോൾ നമുക്ക് ഈ പ്രകാരമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാലും ഒരു ആത്മീയന് അത് സന്തോഷമാകുന്നു. സ്തോത്രം. മൂന്നാമത് പറയുന്നത് അത് ഈ കുതിരയ്ക്ക് പരിശീലനം ആവശ്യമാണ്, അഭ്യാസം ആവശ്യമാകുന്നു. അത് വചനം പറയുന്ന പോലെ സ്തോത്രം, അത് ബാലനെ അഭ്യസിപ്പിക്കുക. ഹല്ലേലൂയ. വൃദ്ധനായാലും അത് മറക്കയില്ല. സ്തോത്രം. അപ്പോൾ അഭ്യാസങ്ങൾ വളരെ ആവശ്യമാകുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ശക്തമായ ദൈവം പറയുന്ന കാര്യമാണ്, നീ പഠിപ്പിക്കുക, നീ അഭ്യസിപ്പിക്കുക, ജനത്തെ അഭ്യസിപ്പിക്കണം. ദൈവവചനം എങ്ങനെ പ്രമാണിക്കണം എന്ന് പ്രമാണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ശക്തമായ ഉപദേശങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വചനം, ശീലം അല്ലെങ്കിൽ അഭ്യാസം അതിന് കൊടുക്കുന്ന ഒരു കുതിരയ്ക്ക് കൊടുക്കുന്ന പോലെ, അത് അഭ്യാസം കൊടുക്കുന്ന പോലെ ആണ് നമുക്ക് സ്തോത്രം ദൈവമക്കൾക്ക്, ദൈവസഭയിൽ നമുക്ക് വചനത്തിൻ്റെ അഭ്യാസം വളരെ ആകുന്നു. എങ്ങനെ? കാരണം യുദ്ധത്തിന് പോകുമ്പോൾ കുതിര ചാടേണ്ട ആവശ്യങ്ങളുണ്ട്, അതിൻ്റെ പതുക്കെ പോകേണ്ട ആവശ്യമുണ്ട്. സ്തോത്രം. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഉള്ളത്. എങ്ങനെ ആകണം എന്ന് അതിന് പരിശീലനം കൊടുക്കുമ്പോഴാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല നമുക്ക് പരേഡിലൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രത്യേകിച്ചും പട്ടാള ക്യാമ്പുകൾ ഒത്തിരി കാണുന്ന സംഭവമാണ്. അവർക്ക് ആ കുതിരയെ അതിനെ ചാടിക്കുവാനും വെള്ളത്തിൽ കൂടി കൊണ്ടുപോകാനും അങ്ങനെ പല അച്ചടക്കത്തോടെ അതിനെ ശീലിപ്പിക്കുന്ന അനുഭവങ്ങൾ ശക്തമായി അവർ ചെയ്യിക്കുന്നത് നമുക്ക് അവരെ പരേഡ് ദിവസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നാലാമത് പറയുന്നത് സ്വതം ശക്തിയുള്ള ഒരു മൃഗമാണ് കുതിര. ശക്തിയുള്ള ജീവിയാകും. അതുകൊണ്ട് ശക്തിയും ധൈര്യം അവന് ഉള്ളതുകൊണ്ട് അവന് അല്പം അഹങ്കാരമുള്ള ഒരു ജന്തു കൂടിയാകുന്നു. സ്തോത്രം. അഹങ്കാരമുണ്ട്. എന്നാൽ അഹങ്കാരം നമുക്ക് ദൈവമക്കൾക്ക് പാടില്ലല്ലോ. ശക്തി കാരണം നമ്മുടെ ശക്തിയല്ല, സ്വയബലം കൊണ്ടല്ലല്ലോ സ്വന്തമായി തീരുന്നത്. വചനം പറയും പോലെ സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മളെ
ഉള്ളിൽ പകർന്നിരിക്കുന്നത് ഭീരത്തിൻ്റെ ആത്മാവിൻ്റെ എല്ലാ ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എന്നാൽ ആ ശക്തിയും ആ സമാധാനം സന്തോഷവും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുമ്പോൾ ഒരിക്കലും അഹങ്കരിച്ചു പോകാൻ പാടില്ല. പഴയ നിമിത്ത ദൈവം വ്യക്തമായും സ്പഷ്ടമായും പറയുന്ന കാലമാണ്, എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ബലം കൊണ്ട് ഞാൻ ഇതൊക്കെ പ്രാപിച്ചു എന്ന് നീ ഒരിക്കലും പറയരുത് എന്ന് ദൈവം വ്യക്തമായി മോശയോട് കൽപ്പന കൊടുക്കുന്നുണ്ട്. ഞാൻ സർവ്വശക്തനായ ദൈവം, പിതാവായ ദൈവം, ഞാനാണ് നിങ്ങളെ ഉയർത്തിയത്, ഞാനാണ് നിങ്ങളെ അനുഗ്രഹിച്ചത്, ഞാനാണ് ഇന്നയോളം ഈ മരുഭൂമിയിൽ നിങ്ങളെ വഴി നടത്തിയത് എന്ന ബോധ്യം നിങ്ങൾക്ക് എന്നും വേണം. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ എനിക്ക് മാത്രം സാധിക്കുള്ളൂ എന്ന ദൈവം ശക്തമായി അത് ദൈവസഭയെ ഹല്ലേലൂയ പഴയ നിയമത്തിൽ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ശക്തി ഉള്ളത്, പ്രൈസ് ദി ലോർഡ്, ആ ശക്തി കർത്താവ് പൗലോസിനെ പറയുന്ന പോലെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതമേ തികഞ്ഞു വരും. നാം ബലഹീനരാകുമ്പോഴാണ് ദൈവശക്തി കൂടുതലായി പകരപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും രോഗാവസ്ഥകളും പീഡകളും വരുമ്പോൾ മാത്രമേ ഉള്ളൂ കർത്താവ് അത് തൻ്റെ ആത്മശക്തിയാണ് നമ്മളെ നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് നല്ല അനുഭവമുള്ള കാര്യമാണല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവം ഉള്ളപ്പോൾ സ്തോത്രം, ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു ചിന്തം കൂടി അത് ഞാൻ വെച്ചുകൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സ്തോത്രം, ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും അതിനെക്കാട്ടും ശക്തന്മാരും അത് കർത്താ ശക്തിയോട് ഉപയോഗിക്കുന്ന സഹോദരി സഹോദരന്മാരും സാധാ വിശ്വാസികൾ എന്തെങ്കിലുണ്ട്, കർത്തദാസന്മാരുണ്ട്. പക്ഷേ നമ്മുടെ തലമുറ, നമ്മുടെ അത്രത്തോളം വിശ്വാസം അവർക്കുണ്ടോ എന്ന ദൈവാത്മാർ ഒരു ചോദ്യം. നമ്മുടെ അത്രയും പ്രത്യാശ അവർക്കുണ്ടോ? അതെ, അവർ വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഉള്ള അത്രയുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടോ? നാം ഇറങ്ങിത്തിരിച്ച കാലങ്ങളിൽ കർത്താവിന് വേണ്ടി കർത്താവ് നമ്മൾ ഉപയോഗിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ അത്രത്തോളം ദൈവപ്രവൃത്തി അവരിലും അവരുടെ കുടുംബങ്ങളിലും കൊച്ചുമക്കളൊക്കെ ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി ഞാൻ മുമ്പിൽ ഇന്ന് പകൽ വെച്ചോട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ സ്വഭാവങ്ങൾ കുതിരയെക്കുറിച്ച് പറയുമ്പോൾ അത് രണ്ടാം ഭാഗം സ്തോത്രം, അത് ദൈവാത്മാവ് ഓർപ്പിക്കുന്ന അതിൻ്റെ ഉപയോഗങ്ങൾ, അത് കുതിരയ്ക്ക് ഉപയോഗം ഉണ്ട്. അതുകൊണ്ടാണ് അവനെ പ്രാരംഭത്തിൽ അത് യുദ്ധത്തിന് വേണ്ടി കൂടുതലായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല, യുദ്ധത്തിന് വേണ്ടി മാത്രമല്ല സ്തോത്രം, അതിൻ്റെ ഉപയോഗം ഭാരം ചുമക്കാൻ വേണ്ടിയാണല്ലോ. ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണ് അത് കുതിര. സ്തോത്രം. നമ്മളെ ജീവിതത്തിൽ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ ഭാരങ്ങൾ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവേശു ന്യായ പ്രമാണത്തെ അത് സ്തോത്രം അതിൽ നിവർത്തിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അത് ലോകത്തിലെ ഭൂമിയിൽ സ്തോത്രം ഒരു ഹല്ലേലൂയ ക്യാൻസർ രോഗിയായ ഒരു വിശ്വാസിക്ക്, ഒരു പാസ്റ്റർക്ക് മാത്രമേ മറ്റുള്ളവർ തൻ്റെ കൂടെ കിടക്കുന്ന സൈഡിൽ കിടക്കുന്ന അതേ അതേ കൂടെ കിടക്കുന്ന ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാനുള്ള ധൈര്യം ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലോകക്കാർക്ക് അതില്ല. എന്നാൽ ഒരു വിശ്വാസി, സാധാ വിശ്വാസിയായിരിക്കും, ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കും, അത് അമ്മാമ്മ ആയിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, എന്നാൽ അവർക്ക് മാത്രമേ ഈ ധൈര്യമുള്ളൂ ഒരു ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിക്കുവാൻ. അതോർത്ത് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ ഭാരങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കുവാൻ പ്രാർത്ഥിപ്പാൻ നമുക്ക് മാത്രം അല്ലെങ്കിൽ കർത്താവ് ഒരു കൃപ നൽകിയതോർത്ത്, ആത്മശക്തി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അനേക വിഷയങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭാതം ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അത് നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത ജീവിതങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി ഒക്കെ ഓർത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അത് കർത്താൻ ആത്മാവ് നമുക്ക് നൽകിയ ആത്മഭാരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്വതം പി ചി അപ്പച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന സ്വതം കെ വർഗീസ് പാസ്റ്റർ, അത് 93 വയസ്സായ ആ കർത്തദാസൻ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ, ലോകത്തിൽ വേറെ ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും, ഒരു അനുഗ്രഹം ഇല്ലെങ്കിലും ആത്മഭാരം വേണം. സ്വതം നശിപ്പോകുന്ന ആത്മാക്കളെ കുറിച്ചൊരു ഭാരം വേണം. പ്രൈസ് ദി ലോർഡ്. അത് കാരണം അത് ദൈവത്തിൻ്റെ ഹൃദയമാണ്, ദൈവത്തിൻ്റെ ഭാരമാണ് ആത്മാക്കൾ, നശിപ്പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ളത്. അത് നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കാരണം സ്വന്തം ദൈവത്തിൻ്റെ പിതാവിൻ്റെ ആ ഹൃദയം അറിയുന്ന ഒരു മനുഷ്യനെ മാത്രമേ അത് ആ ഭാരം ഉണ്ടാകത്തുള്ളൂ എന്നതാണ് എപ്പോഴും ഞങ്ങൾ ഓർപ്പിക്കാറുണ്ട്. അതുപോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ ഒന്ന്, അതിൻ്റെ ഉപകാരം, അത് ഭാരം ചുമക്കുന്ന ഒരു മൃഗമാകുന്നു. രണ്ടാമത്തത്, അത് വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൃഗമാകും. നമ്മൾ കണ്ടിട്ടുണ്ട്, സർക്കസിന് അത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല വിനോദ ഊട്ടിയിലും മൂന്നാറിലും പലയിടങ്ങളിലും മറ്റുള്ള ധാരാളം ഉപയോഗിക്കുന്ന സഞ്ചാരത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്ന കാര്യമാണ്. കുട്ടികൾക്കൊക്കെ അതിന്മേൽ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നു, വലിയവർക്കും ഒരുപോലെ. അപ്പോൾ അത് മാത്രമല്ല, ഹോഴ്സ് റേസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. സ്വന്തം പണം കൊയ്യുന്ന പണക്കാരുടെ ഒരു ഗെയിമാണ്, കളിയാണ് എന്നാണ് പറയുന്നത്. സ്വന്തം അത് അവർ ചൂത്താട് പോലെ അത് വാദം വെച്ച് പൈസയ്ക്ക് വേണ്ടിയാണ് ആ കളി നടക്കുന്നത്. എന്നാൽ എങ്കിലും അതിനുവേണ്ടിയാണ് കുതിരയെ ഉപയോഗിക്കുന്നത്. സ്തോത്രം. വിനോദത്തിന് വേണ്ടി. എന്നാൽ കുതിര
ഓട്ടം. നമ്മളും ഒരു ഓട്ടത്തിലായിരിക്കുന്നു. പ്രൈസ് ലോർഡ്. നമ്മളെയും അതുപോലെ ആ സ്വഭാവം നമുക്കുണ്ട്. കുതിര ഓടുന്ന പോലെ അത് ഓടുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ച്, നിൽക്കാൻ വേണ്ടിയല്ല, ഓടുവാൻ. അത് ഓടുമാറാക്കുന്ന ദൈവത്തെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അനേക സ്തോത്രം അല്ലെ വിശ്വാസ ജീവിതത്തിൽ ഓടിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഓടുവാൻ, കാരണം ജയം നൽകിയ ഒരു നായകൻ നമ്മുടെ പുറത്ത് ഇരിക്കുന്നുണ്ട്. പ്രൈസ്. നമ്മളെ നയിക്കുന്ന ജയിച്ച ജയാളിയായ ഒരു കർത്താവാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നമ്മൾ തോറ്റവരല്ല, തോറ്റവർ പിൻപറ്റുന്ന ഒരു കൂട്ടത്തല്ല, ജയിച്ച ജയാളിയായ രാജാതി രാജാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ നായകനായ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് പ്രൈസ് ലോർഡ് നമുക്ക് ഈ ഓട്ടം സ്ഥിരമായി ഓടാൻ സാധിക്കും. നമുക്ക് ഈ ഓട്ടം ജയകരമായി ഓടാൻ സാധിക്കും. അത് തടസ്സങ്ങളുണ്ട്, സ്വന്തം ഭാരങ്ങളുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗാവസ്ഥയുണ്ട്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പീഡകളുണ്ട്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും ഹല്ലേലൂയ അതിലെല്ലാം ചവിട്ടി അതേ മുന്നേറുവാൻ സ്തോത്രം. മതിൽ ചാടി കടക്കുന്ന അനുഭവം. ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്താൽ മതിൽ ചാടി കടക്കും. അതേ ദൈവത്താൽ മാത്രമേ നമുക്ക് മതിൽ ചാടി കടക്കാൻ സാധിക്കുള്ളൂ. ആ കർത്താവിനെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓട്ടം ഓടിയ ചിലരെ കുറിച്ച് ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഓട്ടം ഓടി നിന്നുപോയ ചിലരെ വചനം പറയുന്നുണ്ട്. അതിലൊന്ന് ലോത്തിന്റെ ഭാര്യയാണ്. അവർ ഓടിയതാ, മലയിലേക്ക് നിങ്ങൾ ഓടിപ്പോകാന്ന് പറഞ്ഞപ്പോൾ അവർ ഓടിയതാ. പക്ഷേ അവൾ തിരിഞ്ഞപ്പോൾ നിന്ന് പോകേണ്ട അവസ്ഥ. ഇന്നും അവിടെ പോയി കാണാം. ആ തൂണായി നിൽക്കുന്ന അനുഭവം കാണപ്പെടാം എന്നാണ് എല്ലാവരും പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ഓട്ടത്തിൽ നിന്ന് പോയ പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വഴി പോയവർ നമുക്ക് ഒരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ശിംശോനും ശലോമോൻ രാജാവ്. ദേമാസിനെ കുറിച്ച് 2 തിമോത്തിയോസ് 4:10 നമ്മൾ വായിക്കുന്നത്. 2 തിമോത്തിയോസ് 4:10 നമ്മൾ വായിക്കുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് അത് പോയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ ദുഃഖത്തോടെ പറയുന്ന ഒരു അനുഭവം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. തന്നോട് കൂടെ കാരാഗ്രഹത്തിൽ പോലും കിടന്ന ഒരു മനുഷ്യനാണ് ദേമാസ്. വളരെ ഉപയോഗപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷേ ഇടക്കാലം ലോകത്തെ സ്നേഹിച്ച് അവൻ പിന്മാറിപ്പോയ നിമിത്തമായിട്ട് ലോകത്തെ വിട്ട് ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ട് തെസ്സലോനിക്കയിൽ കടന്നുപോയി. പ്രൈസ് ലോർഡ്. അത് വഴുതി പോയ അനുഭവത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ വിഷയം സ്തോത്രം. ഈ വചനം അല്ലെങ്കിൽ ഈ സത്യങ്ങളെ അറിഞ്ഞിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഓടാത്ത പലരും ഉണ്ട് ബൈബിളിലും. അത് രാജാക്കന്മാരെയാണ് കൂടുതലായിട്ട് ബൈബിളിൽ അത് വെളിപ്പെടുത്തുന്നത്. ഹെരോദ രാജാവ്, ഫെലിക്സ്, അത് നെബൂഖദ്നേസർ, ഫറോനൊക്കെ അവരിത് ഈ ശക്തികൾ കണ്ടതാണ്. സ്തോത്രം. വ്യക്തമായി കണ്ടത്, അനുഭവിച്ചവരാണ്. സ്തോത്രം. ഇതിനെക്കുറിച്ച് കേട്ടേൽവി അവർക്കുണ്ട്, അനുഭവമുണ്ട്. പക്ഷേ അവർ മടിച്ചു നിന്നു, അവർ ഓടിയില്ല. ഈ ഓട്ടത്തെക്കുറിച്ച് കേട്ടപ്പോൾ അനുഭവിച്ചിട്ടും അത് ഓടാത്ത പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാലാമത് പറയുന്നത് സ്തോത്രം. പൗലോസ് പറയുന്നത്, ഞാൻ ഓട്ടം തികച്ചു. പ്രൈസ് ലോർഡ്. തികയ്ക്കുവാൻ സ്വന്തം കഴിവുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. പ്രൈസ് ലോർഡ്. പൗലോസിനെ പോലെ ഓട്ടം തികയ്ക്കുവാൻ ഹല്ലേലൂയ ബലത്തോട് ഓടുവാൻ ദൈവം നമ്മൾ ഈ നാളിൽ കൂടുതലായി സഹായിക്കട്ടെ. നമ്മെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമുണ്ട്. ഏലിയാവിനോട് പറയുന്നത്, നിനക്ക് ഓടുവാനുണ്ട്. സ്വന്തം ഹോറേബോളം നിനക്ക് ഓടുവാനുണ്ട്. ശക്തിയും ബലം ഞാൻ നിനക്ക് തരും. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനമേ തികഞ്ഞവൻ. ബലഹീനായ ഏലിയാവിൽ കർത്താവ് ഭക്ഷണം നൽകി അവനെ ബലപ്പെടുത്തിയെങ്കിൽ ദൈവമക്കളെ കർത്തദാസന്മാരെ എന്നും നമ്മളെ ബലപ്പെടുത്തുവാൻ പലരും ക്ഷീണിച്ച അവസ്ഥയിൽ, എന്നാൽ ശരീരമായി ക്ഷീണിച്ച പ്രായമുള്ളവർ ആണ് എനിക്കറിയാം. എന്നാലും എങ്കിലും എല്ലാ ദിവസവും വെളുപ്പിനെ എണീറ്റ് പ്രാർത്ഥിപ്പാനുള്ള ആത്മശക്തി നൽകുന്ന ദൈവത്തിന് ആത്മാവാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ക്ഷീണങ്ങൾ മറന്ന്, നിങ്ങളുടെ ഭാരങ്ങൾ മറന്ന്, നിങ്ങളുടെ മക്കളുടെ വിഷയങ്ങൾ, മറ്റുള്ള വിഷയങ്ങളെല്ലാം മറന്ന് പ്രഭാതം എണീറ്റ് അറിയാത്ത ജനത്തിനു വേണ്ടി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടുന്നൽപ്പാൻ ദൈവാത്മ നമ്മളെ പ്രേരിപ്പിക്കുന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വം. പൗലോസ് പറഞ്ഞത്, ഞാൻ ഓട്ടം തികച്ചു. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ കൽപ്പനകൾ ഞാൻ ചെയ്തു. എൻ്റെ ശക്തി കൊണ്ടല്ല, കൃപയാൽ ഞാൻ ആകുന്നു, കൃപയാൽ ആകുന്നു. പ്രൈസ് ലോർഡ്. ആ ഓട്ടം തികച്ചത് ഒരു മനുഷ്യനും കൂടി സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ ഈ വിശ്വാസത്തിൽ സ്തോത്രം കർത്താവിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായി തീർന്ന സ്തേഫാനോസ് കുറിച്ച് എന്തൊക്കെ പ്രവചനം ഉണ്ടായെന്ന് എനിക്കറിയില്ല. നിന്റെ മക്കളെ കുറിച്ച്, തൻ്റെ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ ഭാവിയെ കുറിച്ചോ സ്തോത്രം കുടുംബജീവിതം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ബൈബിൾ അത് പറയുന്നില്ല. എങ്കിലും തനിക്ക് ഒരു നല്ലൊരു വിവാഹം ഉണ്ടാകുമെന്നും മക്കളുണ്ടാകുമെന്നും അവർ അതും ഇതുമാവും അവിടേക്ക് പോകുന്നൊക്കെ പറയുന്ന ഒരു പ്രവചന രീതി നമ്മുടെ ഇന്നത്തെ ശൈലിയാണല്ലോ. പക്ഷെ അതൊന്നും സ്തോത്രം താൻ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കേട്ടാൽ അത് വകവച്ചില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. കാരണം ദൈവത്തിന് വേണ്ടി താൻ സുവിശേഷം അറിയിച്ചു, വ്യക്തമായി സ്പഷ്ടമായി ശക്തിയോടെ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചപ്പോൾ കല്ലേറാണ് തനിക്ക് പ്രതിഫലം ലഭിച്ചത്. കല്ലേർ പ്രതിഫലം ലഭിച്ച അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ദൈവ മഹത്വം, വചനം പറയും ദൈവ മഹത്വവും കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് താൻ കണ്ടു.
അത് ഇവിടെ നിന്നുകൊണ്ട് തൻ്റെ കഷ്ടത്തിൽ, തൻ്റെ പീഡയിൽ, ആ നിമിഷങ്ങളിൽ താൻ കർത്താവിനെ കാണുവാൻ ഇടവന്നു. സ്തോത്രം. അതേ പ്രൈസ് ലോർഡ്. തനിക്ക് പറയാനുള്ളത്, ഞാൻ ഓട്ടം തികച്ചു, അധികമൊന്നും ഞാൻ ഓടിയില്ല, അധികം പ്രസംഗിച്ചില്ല, അധികം ട്രാക്ട് കൊടുത്തില്ല, അധികം പ്രാർത്ഥിച്ച സാവകാശം ലഭിച്ചു, പക്ഷെ ഉള്ള സമയം ഞാൻ കർത്താവിന് വേണ്ടി നിന്നു. ആത്മനിറവിൽ, ആത്മശക്തിയോടെ ദൈവം ഉപയോഗിച്ചു. ഒരേ ഒരു പ്രസംഗം. സ്തോത്രം. പ്രൈസ് ലോർഡ്. അത് ഞാൻ വിശ്വസത്തോടെ ഞാൻ പറഞ്ഞപ്പോൾ, ഞാൻ പങ്കുവെച്ചപ്പോൾ, ഹല്ലേലൂയ, അതെൻ്റെ ഓട്ടം തികച്ച് എൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, അതേ അക്ര നാട്ടിൽ പോകാൻ എനിക്ക് സാവകാശം ലഭിച്ചു എന്ന് താനും സാക്ഷ്യം നമ്മോട് പറയും. പ്രൈസ് ലോർഡ്. മാത്രമല്ല അവസാനമായി ഹല്ലേലൂയ പറയുന്നത്, സ്തോത്രം, ഈ നമുക്ക് ജയമുണ്ട്. ആ ജയം, ഹല്ലേലൂയ, നമ്മൾ വായിച്ച വാക്യത്തിൽ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു. പ്രൈസ് ലോർഡ്. അത് ജയമോ എന്നാൽ എത്ര ചമയിച്ചാലും, എത്ര ശക്തിയോ, എത്ര ബാഹ്യമായ കാര്യങ്ങൾ ചെയ്താലും ജയമോ യഹോവയുടെ അതേ സ്തോത്രം കൈവശത്തിലായിരിക്കുന്നു. സ്തോത്രം. അതെ, അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ വർഗീസ് പാസ്റ്റർ വാക്യം വായിച്ചത്, അതേ, രക്ഷിക്കണമേ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ശുഭത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായാലും, ആരോഗ്യം ഉണ്ടെങ്കിലും, ബുദ്ധിയും ജ്ഞാനം ഉണ്ടെങ്കിലും, ബലമുണ്ടെങ്കിലും, അത് അങ്ങ് ഞങ്ങൾക്ക് രക്ഷകനായിരിക്കണം. അങ്ങ് ഞങ്ങൾക്ക് ശുഭത നൽകണം. ദൈവം തരാത്ത ഒരു ശുഭതയും അത് നിലനിൽക്കുന്നല്ല. ഈ ലോകം കൊണ്ട് അത് ഒടുങ്ങിപ്പോകും. എന്നാൽ ഒടുങ്ങാത്ത, സ്വതം തീരാത്ത, ഹല്ലേലൂയ, മതിയായി പോകാത്ത, നശിച്ചു പോകാത്ത ഒരു ശുഭത നൽകുവാൻ കർത്താവിന് മാത്രം സാധിക്കുള്ളൂ. അത് പങ്കാളികളായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് സൗഭാഗ്യം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ജയം നൽകുന്ന കർത്താവ്, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ പൂർണ്ണമായി അത് ജയം നൽകി. പഴയ നിയമത്തിൽ സ്തോത്രം സർവ്വശക്തനായ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെയും അത് തൻ്റെ ഭക്തന്മാരെയും വിടുവിച്ചെങ്കിൽ സകല മനുഷ്യർ നൽകുവാൻ മരിച്ചു. ഹല്ലേലൂയ. ആ മരണത്താൽ പാപത്തെയും ശാപത്തെയും രോഗത്തെയും അത് സാധാരണ തകർത്ത് നൽകിയതോ. പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നു, ദിനം പ്രതി അത് ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവിനെ പിൻപറ്റുക. ആ കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുക. ഈ ജനുവരി മാസം 29-ാം തീയതി അത് തുടർന്നുള്ള നിമിഷങ്ങളിൽ, സമയങ്ങളിൽ അത് നാം ലോകത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ, വേലയ്ക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകലും ജയം നൽകുവാൻ, തുടർന്നുള്ള ഈ വർഷം മുഴുവനും ജയം നൽകുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ ജയം കൈവരിച്ച ആ കർത്താവിൽ വിശ്വസിച്ച് ഓരോ ദിവസം അന്നുള്ള ആഹാരം യേശു പ്രാർത്ഥിപ്പാൻ നമ്മളെ പഠിപ്പിച്ചു. അന്നുള്ള ആഹാരം എന്ന് പറയുന്ന പോലെ അതിനെ കൂട്ടിച്ചേർക്കാൻ എന്ന അർത്ഥം അതിൽ കൂട്ടിച്ചേർക്കല്ല, അതിൽ ഉൾപ്പെട്ട കാര്യമാണ് അന്നുള്ള കൃപ, അന്നുള്ള ആത്മശക്തി. ഇന്നലെ അത് ചൊവ്വാഴ്ച പ്രാപിച്ച ആത്മശക്തി കൊണ്ട്, കൃപയും കൊണ്ട് നമുക്ക് ഇന്ന് ജീവിക്കാൻ സാധിക്കില്ല. ഇന്നത്തെ ഈ ബുധനാഴ്ച ശക്തിയും കൃപയും കൊണ്ട് നാളെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അന്നുള്ള കൃപയ്ക്ക് വേണ്ടി, ബലത്തിനു വേണ്ടി ദൈവസന്നിധിയെ പ്രാർത്ഥിച്ച് ബലം ഏറ്റെടുപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പൗലോസ് പറയുന്നത്, നീ മുമ്പേ പ്രയോജനം ഇല്ലാത്തവൻ, എന്നാൽ ഇപ്പോഴോ സുവിശേഷ നിമിത്തം, പ്രാർത്ഥന നിമിത്തം, ഈ സത്യം നിമിത്തം നിന്നെ നല്ല പ്രയോജനമുള്ളവനാക്കുവാൻ ദൈവത്തിന് മാത്രം സാധിക്കുള്ളൂ. ഹല്ലേലൂയ. ജയിലിലാണെങ്കിലും സ്തോത്രം, അത് ഹല്ലേലൂയ, തൻ്റെ ഓട്ടം പ്രൈസ് ദി ലോർഡ്, ആ ജയിലിലും ഓടുവാൻ കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനെ ബലപ്പെടുത്തി. അത് ഒരു സ്തോത്രം ഒനേസിമോസിനോട് സുവിശേഷം അറിയിപ്പാൻ, ഞാൻ തടവിൽ ആയിരിക്കുന്ന തടവിലായിരുന്നിട്ടും അത് ഒരു ഒനേസിമോസിനെ വാർത്തെടുപ്പാൻ, അത് അവനെ ജീവൻ കൊടുക്കുവാൻ, ആത്മീയജീവൻ കൊടുക്കുവാൻ, മാത്രമല്ല അവനെ ഒരു സുവിശേഷ വേലക്കാരനായി അവൻ്റെ കയ്യിൽ അതേ ആ പത്രിക നൽകി അത് പോയി ഫിലിമോന്റെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ആത്മാവ് തന്നെ പ്രവർത്തിച്ചു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് ഈ നാളുകളിൽ നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. അതേ, ജയകരമായ ജീവിതം കൂടുതലായി നമ്മൾ കർത്താവിന്റെ സമയം വരെ, കർത്താവിന്റെ വരവരെ നെയ്യുവാൻ നമ്മളെ ജയോത്സവം നടത്തുന്ന കർത്താവിന്റെ സ്തോത്രം. നാം ദൈവത്തിന് അതേ പ്രയോജന പാത്രങ്ങളായി തീരുവാൻ, കർത്താവിന് വേണ്ടി ബലത്തോടെ നിൽപ്പാൻ, ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും അമേൽ അത് ചാടി കടക്കുന്ന അനുഭവം. കാരണം നാം ശക്തി ഉള്ളവരാകുന്നു. നമുക്ക് ഭാരം ചുമക്കാൻ കഴിവ് കർത്താവ് തന്നിട്ടുണ്ട്. അത് യുദ്ധം ചെയ്യുവാൻ കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ചമയിച്ചാണ് കർത്താവ് നമ്മളെ ഒരുക്കി ചമയിച്ചാണ് കർത്താവ് നമ്മളെ ഈ യുദ്ധത്തിൽ ഇറക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ച്, അത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ ദൈവാത്മാവിന് നമ്മുടെ പ്രാർത്ഥനയിൽ, DPMയുടെ പ്രാർത്ഥനയിൽ അന്യഭാഷയുടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർപ്പിച്ചൊരു കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ആണല്ലോ കുംഭമേള നടന്നത്. ദൈവമക്കൾക്കെല്ലാം അറിയാം. കുംഭമേളയിൽ കത്തിയ അനുഭവം, ചില ജീവിതങ്ങൾ മരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടു. സോ അത് യാദൃശ്ചികമല്ല,
പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യം മനഃപൂർവ്വമായിരുന്നു എന്ന് ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു. മനഃപൂർവ്വം കാരണം അഘോരി എന്ന് പറയുന്ന സ്വാമികളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. അവർ ഹിമാലയമാണ് വസിക്കുന്നത്. അവർ ഈ കാലങ്ങളിൽ അവർ വെളിപ്പെട്ട് വരികയാണ്. കഴിഞ്ഞ നാളുകൾ വരെ 12 വർഷം, ഇതിപ്പോൾ 12 വർഷമാണ്, അടുത്ത 12 വർഷമാണ് അടുത്ത കുംഭമേള. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം കർത്താവിന് വരവ് താമസിച്ചാൽ നമുക്ക് ആയുസ്സുമാറി ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ഈ വർഷം തന്നെ അല്പമായ കാര്യങ്ങൾ അവർ പുറമെ കാണിച്ചു. ഇതുവരെ അവർ മനുഷ്യനെ തിന്നുന്നവർ അല്ലെങ്കിൽ ശവങ്ങളെ തിന്നുന്ന, അത് ശക്തി പ്രാപിക്കുന്ന, ശവങ്ങളെ തിന്നുകൊണ്ട് ശക്തി പ്രാപിക്കുന്ന പൂജ ചെയ്യുന്നവരാണ്. സ്തോത്രം. അവർ മനഃപൂർവ്വമായി ചെയ്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ അതേ അതിന് മധ്യത്തിൽ സഭകളെ തകർക്കുവാൻ, ദൈവമക്കളെ തകർക്കുവാൻ, കുടുംബങ്ങളെ, വിശ്വാസി കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് അവരുടെ പൂജയും പ്രാർത്ഥനയും. പക്ഷെ അതിന് മധ്യത്തിൽ ജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് നമ്മുടെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആ കർത്താവിൻ്റെ കൈകൾ സമർപ്പിച്ച് കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നമ്മളെല്ലാം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ ദൈവസന്നിധി ഇങ്ങനെ കർത്താവിൻ്റെ വചനം പങ്കുവെക്കുവാൻ എനിക്ക് നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്ന സമയം നൽകിയ എല്ലാ ദേവദാസന്മാരും, പ്രത്യേകമായി വർഗീസ് ബി പാസ്റ്ററോടും DP മിനിസ്റ്ററുടെ എല്ലാ കർത്തദാസന്മാരോടും ദൈവമക്കളോടും നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. Praise the Lord.